ചേരിപ്പോരുകൾക്കുമിടയിൽ ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ ജനറൽ ബോഡി തുടങ്ങി. അമ്മ ഭാരവാഹികൾക്കെതിരെ പരാതി ഉന്നയിച്ച നടി അൻസിബ ഹസൻ യോഗത്തിനെത്തി. ഇതിനിടെ നേതൃത്വം മാറണമെന്നും തെറ്റുകൾക്ക് നിരുപാധികം മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് ഒരു വിഭാഗം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് ചേരുന്നു. ലിഡിയ ജേക്കബ്, ഭാരവാഹികൾക്കെതിരെ അവിശ്വാസ പ്രമേയം നേരത്തെ അമ്മ എന്ന താരസംഘടനയിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അതിപ്പോൾ അവിശ്വാസ പ്രമേയം ഒരു വിഭാഗം കൊണ്ടുവന്നിരിക്കുന്നു. എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ പറഞ്ഞതുപോലെ തന്നെ വനിതാ നേതൃത്വം അധികാരത്തിൽ കയറിയിട്ട് ഇപ്പോൾ 1 വർഷം ആയിട്ടില്ല. അതിനു മുൻപേ വലിയ രീതിയിലുള്ള പ്രത്യാരോപണങ്ങൾ വരുന്നു, വലിയ വിവാദങ്ങൾ വരുന്നു. തൊഴിൽ പീഡനം അടക്കമുള്ള കാര്യങ്ങൾ അമ്മയ്ക്കുള്ളിൽ തന്നെ വരുന്നു. ഒരു ഓഫീസ് സ്റ്റാഫ് അത്തരത്തിലുള്ള ആരോപണങ്ങളും പരാതികളും ഉന്നയിച്ച് രംഗത്ത് വരുന്നു. തുടർന്ന് നിയമ നടപടികളിലേക്ക് അമ്മയിലെ അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗമായിട്ടുള്ള അൻസിബ പോകുന്നു. അതുപോലെ ഒപ്പം തന്നെ തൊഴിൽ പീഡന പരാതിയിൽ ഈ ഓഫീസ് സ്റ്റാഫ് മുന്നോട്ട് പോകുന്നു, നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. അത്തരത്തിൽ കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് അമ്മ ജനറൽ ബോഡി നടക്കുന്നത് എന്ന് പറയാതെ വയ്യ. അതിലാണ് ഇപ്പോൾ ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ട സ്ഥിതിക്ക് ഒരു അവിശ്വാസ പ്രമേയം ഒരു വിഭാഗം ആളുകൾ കൊണ്ടുവന്നിരിക്കുന്നത്, ഒരു വിഭാഗം അംഗങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ, അമ്മയിലെ ആഭ്യന്തര കലഹങ്ങൾ അതിന് പരിഹാരം കണ്ടെത്തുന്നതിൽ നിലവിലെ ഭരണസമിതിക്ക് വലിയ രീതിയിൽ വീഴ്ച പറ്റി ഈ പ്രശ്നങ്ങൾ വഷളാകുകയാണ് ചെയ്തത് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ ഈ ഭരണസമിതി പിരിച്ചുവിടണമെന്ന ആരോപണവുമായി ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒപ്പുശേഖരണവും പേര് ശേഖരണവും ഒക്കെ നടത്തിയിരുന്നു. അവരതിൽ പ്രധാനമായും പറയുന്നത് ഇതാണ്: അമ്മയിലെ ഏറ്റവും ആഭ്യന്തര പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനും അതിൽ മുന്നോട്ട് പോകാനും ഈ സംഘടനയ്ക്കായില്ല. പ്രത്യേകിച്ച് പ്രസിഡന്റ് ശ്വേതാ മേനോൻ പല കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല, അതിൽ ഇടപെടാൻ സാധിച്ചിട്ടില്ല. മറ്റൊന്നുള്ളത്, കുക്കു പരമേശ്വരനും ട്രഷററായിട്ടുള്ള ഉണ്ണി ശിവപാലും അവരൊരു ഏകാധിപത്യ സ്വഭാവത്തിൽ മുന്നോട്ട് പോയിരുന്നു. ആ ഒരു പരാതികൾ മുന്നോട്ട് വന്നിരുന്നു. അതിലൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ടില്ല. അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ പരിഗണിച്ചാണ് ഇത്തരത്തിൽ ഒരു വിഭാഗം ഇതിൽ അവിശ്വാസ പ്രമേയം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ആദ്യ അജണ്ടയായി ചർച്ചയ്ക്കെടുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് ചർച്ച ചെയ്യുകയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.